ബിസിനസ് ഓണേഴ്സ് പലപ്പോഴും കേൾക്കുന്നതാണ്, എന്തിനാണ് നിങ്ങളുടെ മോനൊക്കെ ഇവിടെ നിന്നിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓനെ എൻ്റെ പാട്ടിന് വിട്ടുകൂടെ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടോ. അല്ലെങ്കിൽ നമ്മൾ കേട്ടുന്ന അങ്ങാടിയിലേക്ക് കേൾക്കാറുണ്ട്, ഭയങ്കര പൈസക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, മകനിപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ വണ്ടി കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി വിട്ടുകൂടെ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളുണ്ട്. ആക്ച്വലി ഈ ബിസിനസ് ഓണേഴ്സിന് ഇത് അറിയാത്തതുകൊണ്ടല്ല, അവരത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ സാമ്രാജ്യം ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ അതിൽ എന്ത് ചെയ്യണം, ഇതേപോലെ ലീഡ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാവണം. അതിന് വേണ്ടിയിട്ടാണ് അതിലെ ഓരോ മുക്കിലും മൂലയിലുള്ള പണികളും ആ ബിസിനസ് ഓണേഴ്സ് അവരെ മക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. ചിലപ്പം നിനക്ക് ചെറിയൊരു എമൗണ്ട് തരാം, ചെറിയ പ്രായത്തിൽ പോലും ചെറിയ എമൗണ്ട് കൊടുത്തിട്ടേക്കും അവരിങ്ങനെ ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ കമ്പനിയിൽ ചിലപ്പം ലോഡ് ഇറക്കുന്ന സ്ഥലത്ത് വരെ മകനെ നീന്ന് ചെക്ക് ലിസ്റ്റ് വരുന്ന കൃത്യമാണോ ഓപ്പറേഷൻ എടുക്കാം. ചിലപ്പോൾ മക്കൾക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ ഫാദറിനെ പേടിച്ചിട്ടായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. പക്ഷേ നൈസായിട്ട് ഫാദർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഓരോ ബിസിനസ്സിൻ്റെ പാർട്ട് അവരെ പഠിപ്പിക്കുകയാണ്. പുറത്ത് കാണുന്നവർക്ക് ഇതെന്താ, എന്തിനാണ് ആ മകൻ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് അയാളോ ഒരാളെ തീറ്റിച്ചിരുന്നില്ല, അയാൾ എന്നിട്ട് മക്കൾക്ക് കൊടുക്കൂല, ഭയങ്കര പിശുക്കനെ കാണുമ്പോൾ. ആക്ച്വലി ഇതല്ല, അതിൻ്റെ ബാക്കിലൊക്കെ ഭയങ്കര കൃത്യമായിട്ട് അവർക്ക് കാഴ്ചപ്പാടും കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് തലമുറയായിട്ട് അവരുടെ സ്വത്തുക്കളും കാര്യങ്ങളും ഇങ്ങനെ പോകുന്നത്. ഇല്ലെങ്കിൽ അതെല്ലാം വെള്ളത്തിലായി പോകും. അതാണ് ആക്ച്വലി. അല്ലാതെ ഈ നാട്ടിൽ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് തുള്ളാൻ പാടില്ല.